കുറേ ദിവസമായി ഈ അലോവേര കൊണ്ട് വെച്ചിട്ടേ ഏകദേശം ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ ഉണ്ടോ ഇതൊന്ന് ചെത്തണം. ഇതിൻ്റെ മുള്ള്, രണ്ട് സൈഡിലെ മുള്ള് നമ്മൾ ചെത്തിക്കളയണം. മനസ്സിലായോ? രണ്ട് സൈഡിലെ മുള്ള ചെത്തി. ഇനി അത് ഇതിനകത്തൂടെ മൊത്തം വെള്ളം ഇതിനകത്ത് കീറി വേണ്ട, കീറി കഴിഞ്ഞാൽ മൊത്തം വെള്ളമായി പിച്ചാത്തിയല്ലേ. ഇത് കണ്ട, രണ്ട് കീറിയിട്ട് ഇതിനകത്തെ ഈ സാധനം ഇനി സ്പൂണിട്ട് പഠിക്കണം. ചുമയാണ്, 2-3 ദിവസമായിട്ട്, എന്താണെന്ന് അറിയത്തില്ല. തണുത്ത വെള്ളം പോയി വെച്ചിട്ടായിരിക്കും അല്ലേ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും കൂടി വരുന്നതാണ് ഒരു ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ തന്നെ. ഇത് കണ്ടോ, എടുത്ത് ഇതിനകത്ത് തോന്നുന്നു, അത് നമ്മൾ കളയണം. ഇത് കണ്ടോ, നമ്മുടെ കരിക്കിൻ്റെ അകത്തെ ഇതില്ലേ, കരിക്ക് തേങ്ങ ഇല്ലേ, അതിൻ്റെ അതേ സ്റ്റൈലാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ പിന്നെ കടകളിൽ ചെന്ന് ചോദിച്ചാലും കിട്ടുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത് മുഖത്തൊക്കെ പുരട്ടുന്നുണ്ടല്ലോ, മുഖത്തെ മുടിയിലൊക്കെ പുരട്ടിയ മുടിയൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ കരിക്കിൻ്റെ അതേ ഇത് തന്നെ. ഞാൻ നോക്കട്ടെ ഇതിനകത്ത് എന്താ ടേസ്റ്റ് എന്നേ. ഒന്നുമില്ല, സാധാരണ ഒരു ഇത്. എന്താ ഇത് പറയാനുള്ളത്, എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് പറയാൻ വയ്ക്കുന്നത്. നമ്മൾ സാധാരണ വെള്ളമില്ലേ, വെള്ളം സാധാരണ വെള്ളം, സാധാരണ ഐസ് വെള്ളമില്ലേ, സാധാരണ വായിലിടുന്ന അതേ ടേസ്റ്റ് തന്നെ. ഇതുണ്ടല്ലോ പല ഉപയോഗമുണ്ട്. ഇതുകൊണ്ട് ചിലരുണ്ടല്ലോ ജ്യൂസ് അടിച്ച് കുടിക്കും. ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണ് കേട്ടോ, ഇതുകൊണ്ട് ജ്യൂസ്. അതുകൊണ്ട് തന്നെ ഇത് മുഖത്ത് പറ്റാൻ നല്ല സൂപ്പറാണ്. മുഖത്തെ, തലയിലെ, എവിടെ വേണേലും പറ്റാം നമ്മുടെ. അന്നേരം ദുർവ്യാഖ്യാനം ഒന്നും വിചാരിക്കേണ്ട, വേറെ സ്ഥലങ്ങളിലൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് എവിടെ പറ്റിയാലും കുഴപ്പമില്ല, പറ്റാൻ താല്പര്യമുള്ളവർ എവിടെ വേണമെങ്കിലും പറ്റാം ഇത്. ഇനി നാൻസി അത് പറഞ്ഞെന്ന് പറഞ്ഞ് ഇതുമായി മറ്റേടത്ത് ഓടോടെയൊക്കെ പറ്റിക്കഴിഞ്ഞേച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒന്നും പറയാം. ഒന്നും സംഭവിക്കത്തില്ല, നാച്ചുറലായിട്ടുള്ള ഇതാണ്. അതിന് കെമിക്കലൊന്നുമില്ലല്ലോ. എന്ത് പറ്റി എവിടെ പറ്റിയാലും കുഴപ്പമില്ല, ഇത് കഴിച്ചാലും കുഴപ്പമില്ല. ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം കേട്ടോ, നല്ലതാണ്. ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ഇതിനകത്ത് ഈ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഒരു മുറി നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിക്കണം, അന്നേരം സൂപ്പറാകും. മനസ്സിലായോ? വേണ്ട, ഇതിപ്പോൾ എന്താണ് ഇങ്ങനായി വേണ്ട. നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തിയതാണ്. നല്ല സാധനം, മുടിയിലൊക്കെ പറ്റിക്കോ. മുടിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയൊക്കെ സോഫ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് വരും. പല കാര്യങ്ങളുണ്ട് ഇത് പറ്റിക്കഴിഞ്ഞാൽ കേട്ടോ. ഇതെന്താ അന്നേരം ചോദിക്കും, നാൻസി എന്താ പരട്ടാത്തതെന്ന് അല്ലേ. ഞാൻ എൻ്റെ മുടി, എനിക്കിത് പറ്റിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ഉള്ള സംഭവം പറയാം, ഇത് പറ്റിക്കൊണ്ട് 1 മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ, എനിക്ക് സമയമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അന്നേരം ഞാനിത് ശരിക്കും എടുക്കാറൊന്നുമില്ല. ഞാൻ ഒരു കുളിക്കാൻ നേരം ഇച്ചിരി ഹെയർ കണ്ടീഷണർ ഇട്ട്
കുളിക്കുന്ന സമയത്ത് തലയിലൊന്നിട്ട് 5 മിനിറ്റ് ആ ബാത്റൂമിൽ ഇരുന്ന് ചാനി ഇറങ്ങി വരും, അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ. ഞാനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലാതെ ഈ ഇങ്ങനെ താമസവും കാര്യങ്ങളും അതുകൊണ്ട് കേട്ടോ. എന്തിനു വേണേലും ഉപയോഗിക്കാം. ഓക്കെ, ബൈ ബൈ.